ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷ് ആൻഡ് മീ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ബീഫ് കറിയാണ്. ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറ് വെക്കാനുള്ള അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അരിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മളെ ബീഫും നന്നായിട്ട് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ബീഫ് കഴുകാൻ നമുക്ക് നമ്മളെ ചേട്ടനെ വിളിക്കാം. നല്ല നാടൻ ബീഫ് നമുക്ക് രാവിലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ നമുക്ക് രാവിലെ ബീഫൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടി നമ്മളുടെയാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു ബീഫ് കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ചേട്ടൻ നന്നായിട്ട് ബീഫൊക്കെ കഴുകി തരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുക്കിങ്ങിലേക്ക് പോവാം. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു ബീഫ് കറി ആയിരുന്നു. എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുകി വെച്ച ബീഫിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. നമ്മൾക്കിവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചധികം കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എരിവ് കൂട്ടോ കുറക്കോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. നമ്മളിതിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അതിനു മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നമ്മളിത് നല്ല നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നാടൻ സ്റ്റൈലായതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നത്. വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയെല്ലാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ഈ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കണം. മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, കറിവേപ്പില. കറികൾക്ക് നല്ല മണവും രുചിയും പോരാത്തതിന് നല്ല ഒരു ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കരിവേപ്പില. അപ്പോൾ കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലയെല്ലാം ഇറച്ചിയിലേക്ക് നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുക്കറിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ കറി കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിനി ഈ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ സാധനം മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ മസാല പുരട്ടി വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. കാരണം ഈ മീറ്റിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മസാല പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിന് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് കരിയാമ്പിലയാണ് കേട്ടോ. കരിയാമ്പില എന്ന് നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കറിവേപ്പില ആണെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച സവാള കൂടി ആഡ് ചെയ്യാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യണം. സവാള ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ വഴണ്ടി വന്ന സവാളയിലേക്ക് അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി സവാളയും ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചപ്പരങ്കി പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു പരുവമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ടൊമാറ്റോ കൂടി ഇതിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ ബീഫിലേക്ക് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ മാത്രം ഇതിൽ ചേർത്താൽ മതി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഈ മസാല ഒന്ന് സെറ്റായിട്ട് വരണം.
അപ്പോൾ ബീഫിൻ്റെ ഈ മസാല ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫിലേക്ക് ഈ മസാല കൂടി ആഡ് ചെയ്യാം. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവണം. മസാലയും ബീഫൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഓൾറെഡി ബീഫ് കുറച്ച് വെന്തതാണ്, ബാക്കിയുള്ളത് ഈ മസാലയിൽ കിടന്നിട്ട് വേണം വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളെ പരിപാടിയുള്ളൂ. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് കറിക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്, ഗീ റൈസ്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാനിത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മളിതിൻ്റെ അരിയൊക്കെ കഴുകി നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ പ്രോസസ്സായിട്ടൊന്നും ചെയ്തിട്ടില്ല. അരിയിലേക്ക് തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, മസാല എല്ലാം ആഡ് ചെയ്തിട്ട് അത്യാവശ്യത്തിന് നെയ്യും ആഡ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഹാഫ് ലെമൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഞാനിവിടെ ലെമൺ ആഡ് ചെയ്യുന്നത്. അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനും എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ കണക്കിനനുസരിച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒനിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണ്. നെയ്യിലാണ് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരിയിലേക്ക് ആഡ് ചെയ്യാം. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒനിയൻ എല്ലാം തന്നെ ഞാൻ ചോറിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് പരിപാടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് ബീഫ് കറിയും നെയ്ച്ചോറും കൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മൾ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.